നിങ്ങളെന്താ ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്റെ ഒപ്പം പഠിച്ച കുമാരനില്ലേ, ക്ഷേത്രത്തിനടുത്ത് ചായക്കട നടത്തണത്, അവന്റെ മകള് മരിച്ചുപോയി. അയ്യോ, ആ കുട്ടിക്ക് എന്ത് പറ്റി? ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്തോ പ്രേമനൈരാശ്യം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു കാര്യത്തിലും സമാധാനപ്പെടാൻ അറിയില്ലല്ലോ. നമ്മുടെ സ്ത്രീയുടെ കാര്യം ആലോചിക്കുമ്പോ പേടിയാവുക. നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു വിട്ട അവളെന്തെങ്കിലും അഭിവേഗം കാണിക്കുന്ന. അങ്ങനെയൊന്നും വാവുണ്ട് പറയല് വേണിച്ചേട്ടാ. നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ദാരിദ്ര്യം, മാറാത്ത നമ്മുടെ ദാരിദ്ര്യം കാരണമല്ലേ കുട്ടികളുടെ ആഗ്രഹത്തിന് നമ്മളെതിരേക്കണത്. കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് ചെന്ന് നമുക്ക് രുക്മിണിയുടെ മുമ്പിൽ സംസാരിക്കായിരുന്നു. നമ്മുടെ മോൾക്കെന്തെങ്കിലും ബുദ്ധിമോശം തോന്നുമെന്ന് എനിക്ക് പേടിയാവുന്നു രാധേ. വേണുവേട്ടൻ ഇങ്ങനെ വിഷമിക്കാതെ. രുക്മിണിയോട് ഞാൻ സംസാരിച്ചു. രമ്യ രാജുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെങ്കിൽ ശ്രീയെ ഹരീഷിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് രുക്മിണി എന്ന് പറഞ്ഞു? ആലോചിച്ചിട്ട് പറയാന്ന പറഞ്ഞത്. അതിനിടയ്ക്ക് നമ്മൾ ആശുപത്രിയിലൊക്കെ ആയിരുന്നില്ലേ, അക്കാര്യം രുക്മിണിയോട് ചോദിക്കാൻ പിന്നെ എനിക്ക് സമയവും കിട്ടിയില്ല. എന്റെ ചങ്കലപ്പടപ്പ് കാരണം ഒരു സമാധാനമില്ല. രമ്യയും രാജുമായിട്ടുള്ള വിവാഹം അവർക്ക് സമ്മതമാണല്ലോ. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോളെ. ഇതാണ് ജീവിതം, പെണ്ണിന്റെ വിധി. എപ്പോഴും അതാ. ഇങ്ങനെയൊക്കെ പറിച്ചു നടുമ്പോ ആദ്യം ഒരു നൊമ്പരൊക്കെ തോന്നും, പിന്നെ അത് സന്തോഷാവും. നമുക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട കുടുംബ ശ്രീകലേച്ചിയുടേത്. അതുപോലെ തന്നെയാ ആ അശ്വിൻ. അവൻ വളരെ നല്ല പയ്യനല്ലേ. അവിടെ മോൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. വന്ന കാര്യം മറന്നു. ഭക്ഷണം കഴിക്കാൻ വാ. പ്രതാപേട്ടനും വന്നിട്ടുണ്ടാവും. നീയും വാ. മോളെ വാ, ഭക്ഷണം കഴിക്കാം. അങ്ങനെ എന്തെങ്കിലും അച്ഛൻ എന്നെ വിളിക്കോ ചെറിയമ്മേ? വിളിക്കും മോളെ. ഇപ്പൊ തന്നെ അച്ഛന്റെ പെരുമാറ്റത്തിൽ നല്ല മാറ്റല്ലേ? അച്ഛന്റെ സ്നേഹപൂർവമായ വിളി കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വരിക, അച്ഛൻ എന്തെങ്കിലും വിളമ്പി തരിക, ഡൈനിങ് ടേബിളിൽ വെച്ച് സ്നേഹപൂർവം എന്തെങ്കിലുമൊക്കെ പറയാ. കല്യാണത്തിനും വലുതായി ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ ഇതൊക്കെയാണ് ചെറിയമ്മേ. അങ്ങനെ ഒരു ദിവസം, ഒരു നിമിഷം എന്റെ ജീവിതത്തിൽ ഉണ്ടാവോ? ഉണ്ടാവും മോളെ, ഉണ്ടാവും. നിന്റെ അച്ഛൻ വലിയ മനുഷ്യനാ. ഒരുപാട് നന്മകളുള്ള ഒരു വലിയ മനുഷ്യൻ. ഇതൊക്കെ മാറും. നീ വാ. അമ്മേ. അപ്പോ ചേച്ചിയെ വിളിച്ചോണ്ട് വേഗം വരണേ. ശരി അമ്മേ. ചേച്ചിക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തത്? ചേച്ചിക്ക് എപ്പോഴാ അപ്പു സന്തോഷം ഉണ്ടായിട്ടുള്ളത്? ശരി, മുമ്പ് സന്തോഷം ഉണ്ടായിട്ടില്ലെങ്കിലും ഇപ്പൊ സന്തോഷിക്കാനുള്ള സമയമല്ലേ? ചേച്ചിയുടെ കല്യാണമല്ലേ? കല്യാണത്തെ കുറിച്ച് അപ്പുവിന് എന്താ അറിയാവുന്നുള്ളത്? അപ്പു, അതുവരെയുള്ള എല്ലാ ബന്ധങ്ങളെയും നമ്മളെ വിട്ടു പോകേണ്ടി വരും. എല്ലാവരെയും മിസ് ചെയ്യേണ്ടി വരും. എല്ലാരെയും മിസ് ചെയ്യും, ശരിയാണ്. പക്ഷെ അംബിക അമ്മയെ പോലുള്ള ശല്യങ്ങളൊക്കെ ഒഴിവായി കിട്ടില്ലേ? ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതാ ചേച്ചി ഒരു കണക്കിന് നല്ലത്. അംബിക അമ്മായിയും ദീപക്കും മാത്രമാണ് ഇവിടെ പ്രശ്നങ്ങൾ. ബാക്കി എല്ലാവരും ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ അപ്പു? ശരിയാണ്. ബാക്കി ആരെയും മിസ് ചെയ്താലും രാജുവേട്ടനെ മിസ് ചെയ്യുമ്പോ വലിയ പ്രയാസമായിരിക്കും. ലതിക മാഡം. രാജു, രാജു, ഇവിടെ നീ? തോന്നിയതാവും. ലതിക മാഡം.
ഇതിപ്പോ ഏത് നേരത്തും രാജുവിനെ കുറിച്ചുള്ള വിചാരമാണ് വരുന്നത്. രാജുവിനെ ഓർമ്മിക്കാതിരിക്കാനേ വയ്യെന്നായിരിക്കുന്നു. എന്റെ വിവാഹം കഴിഞ്ഞാലെങ്കിലും രാജുവിനെ ഓർക്കാതിരിക്കാൻ കഴിയോ? രാജു ഇല്ലാത്തവരിടത്താവുമ്പോ അവന് മിസ് ചെയ്യുന്നതായിട്ട് തോന്നുവോ? മോളെ ഋതു, വരുന്നു ചെറിയമ്മേ. യാമിനി ചേച്ചി, അംബിക മാഡം, യാമിനി ചേച്ചി, അംബിക മാഡം. ദേ, ആ, ദേ. എന്താ രാജു, എന്താ വിശേഷം? രമ്യ ശ്രീയൊക്കെ ഉണ്ടല്ലോ. എന്താ രമ്യ? There is a happy news to reveal. എന്ത് ന്യൂസ്? മനുഷ്യരെ ടെൻഷൻ എടുപ്പിക്കാത്ത കാര്യം പറ രാജു. പറയാനാണല്ലോ വന്നത്. എല്ലാരും ഒന്ന് വന്നോട്ടെ മാഡം. ശരി, പറ. ഇനി അച്ഛനും കൂടി വന്നാലേ പറയുന്നുണ്ടോ? ഇല്ല, വർമ്മ സാറ് വരണ്ട. വിദ്യാഭ്യാസ മന്ത്രി അറിയാത്ത വാർത്തയല്ല. സാറത് നേരത്തെ അറിഞ്ഞാണ്. എന്നാ പറ, ബാക്കിയുള്ളവർ അറിയട്ടെ. ഋതിക മാഡം എക്സാം ജയിച്ചിരിക്കുന്നു. അതും നല്ല പെർസെന്റേജോടെ. മോളെ ശേഖരേട്ടാ, കൺഗ്രാറ്റ്സ് മോളെ. സ്വീറ്റ്സ്. താങ്ക് യു. സന്തോഷായില്ലേ? ഋതികയുടെ ഈ സന്തോഷം പങ്കിടാൻ വേണ്ടിയാ ഞാനും ശ്രീയും രാജുവിന്റെ കൂടെ ഇങ്ങോട്ട് വന്നത്. കൺഗ്രാറ്റ്സ്. സർ